വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA അറബിക് തേർഡ് സെമസ്റ്റർ അപ്രിസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി ബ്ലോക്ക് 2 അതിലെ 2.2.2 അൽമസാ എന്ന കവിതയുടെ അൽ ഫിഖറ അസാനിയ രണ്ടാമത്തെ സ്റ്റാൻസയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കവി ഖലീൽ മുത്രാൻ തനിക്ക് ജീവിതത്തിൽ അനുഭവപ്പെട്ട രണ്ട് വിഷമങ്ങൾ, രോഗം, അതേപോലെ പ്രണയത്തിൽ നിന്നുള്ള തകർച്ച, ഇതിങ്ങനെ പറഞ്ഞു വരികയാണ് കവി. ആ കൂട്ടത്തിൽ അടുത്ത വരിയിൽ കവി പറയുന്നത് എന്താ? യാ കൗകബൻ മൻ യഹ്തദി ബിളിയാഇഹി യഹ്ദീഹി ത്വാലിഉ ലില്ലത്തിൻ വരിയാഇ. കൗകബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം, ദിയാ എന്ന് പറഞ്ഞാൽ നൂർ പ്രകാശം, യഹ്ദി എന്ന് പറഞ്ഞാൽ യുർഷിദു വഴി കാണിക്കുന്നു, ലില്ലത്ത് എന്ന് പറഞ്ഞാൽ അൽ മൈലു അനിൽ ഇസ്തിഖാമ നേരെയുള്ള വഴിയിൽ നിന്ന് തെറ്റിപ്പോവുക, വഴികേട് എന്ന് പറയില്ലേ. റിയാ എന്ന് പറഞ്ഞാൽ തലാഹുറുൻ ബി ഖിലാഫി മാഫിൽ ബാത്തിൻ, ഉള്ളിലുള്ളതിന് പകരമായിട്ട് എതിരായിട്ട് പുറമേക്ക് വേറെന്ന് കാണിക്കുക, നമ്മൾ കാപ്പട്യം എന്ന് പറയുന്ന അർത്ഥം. അപ്പോൾ ഇവിടെ തൻ്റെ പ്രേയസിയെക്കുറിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് കവി പറയുന്നത് ഒരു നക്ഷത്രത്തെ ഉപമിച്ചുകൊണ്ടാണ്. യാ കൗകബൻ മൻ യഹ്തദി ബിളിയാഇഹി, തൻ്റെ വെളിച്ചം കൊണ്ട് വഴി തെളിക്കുന്ന നക്ഷത്രമേ. നക്ഷത്രത്തിൻ്റെ പണി എന്താണ്? രാത്രിയിൽ പഴയ കാലങ്ങളിലൊക്കെ മരുഭൂമിയിലൂടെ യാത്ര പോകുമ്പോൾ നക്ഷത്രം നോക്കിയിട്ടാണ് വഴി കണ്ടെത്തുക. നക്ഷത്രത്തെ പരിഗണിച്ച് തെക്കും വടക്കും കിഴക്കും തീരുമാനിച്ച് യാത്ര പുറപ്പെട്ടിരുന്ന സംഘങ്ങൾ, അപ്പോൾ അവർക്ക് വഴി കാണിക്കുന്ന ഡ്യൂട്ടിയാണ് നക്ഷത്രം ശരിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് വഴി കാണിക്കേണ്ട നക്ഷത്രമായിരുന്നു താൻ പ്രണയിക്കുന്ന തൻ്റെ ആഷിഖ്. അപ്പോൾ അവിടെ കവി പറയുക, യാ കൗകബൻ നക്ഷത്രമേ, മൻ യഹ്തദി ബിളിയാഇഹി തൻ്റെ വെളിച്ചം കൊണ്ട് വഴി കാണിക്കുന്ന. പക്ഷേ ആ നക്ഷത്രം എങ്ങനത്തെ നക്ഷത്രമാണ്? യഹ്ദീഹി ത്വാലിഉ ലില്ലത്തിൻ വരിയാഇ. ഈ നക്ഷത്രം ഏത് നക്ഷത്രമാണ്? അത് ഉദിച്ചുയർന്നിട്ടുള്ളത് ലില്ലത്തിൻ്റെയും റിയാഇൻ്റെയും നക്ഷത്രമായിട്ടാണ്. ലില്ലത്ത് വഴികേട്, റിയാ കാപട്യം. അതേ, നീ വെറും കാപട്യത്തിൻ്റെയും അതേപോലെ വഴികേടിലേക്ക് നയിക്കുന്നതിൻ്റെയും നക്ഷത്രമാണ്. അഥവാ നിന്നെ കാണുമ്പോൾ തിളങ്ങുന്ന നേർവഴി കാണിക്കുന്ന നക്ഷത്രം പോലെ തോന്നും. നിനക്ക് തിളക്കമുണ്ട്, തെളിച്ചമുണ്ട്, വഴി കാണിക്കാനും തോന്നിപ്പോകും. നീ കാണിക്കുന്ന വഴിയിലൂടെ ഞാൻ നടന്നു, പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി നീ വഞ്ചകയാണ്, നീ വെറും കാപട്യമാണ്, നീ നയിക്കുന്നത് പതനത്തിലേക്കാണ്, എൻ്റെ നാശത്തിലേക്കാണ്. അല്ലേ? കവി പറയാണ്, യസ്രിഫുൽ മുത്രാൻ ഹബീബത്തഹു, തൻ്റെ കവി തൻ്റെ ഹബീബത്തിനെ വർണ്ണിക്കുന്നു. അവലൻ ആദ്യമായി ബിഖസ്വത്തിൻ വളരെ പരുഷമായ രൂപത്തിൽ, അഥവാ ഫഹിയ നജും പോലെയാണ്. അല്ലദീ യഹ്ദി താലിഉഹു ഇലാ ദലാലി വൻ നിഫാഖ്, വഴികേടിലേക്കും നിഫാഖിലേക്കും നയിക്കുന്ന. ഫയഖൂൽ, അങ്ങനെ കവി പറയുന്നു, അൻതി തഷ്ബഹീന അൽ കൗകബ്, നീ ഒരു നക്ഷത്രത്തോടാണ് നീ സാദൃശ്യമുള്ളത്. അൽ കൗകബ് അൽ മുനീർ മിനൽ ഖാരിജ്, പുറത്തുനിന്ന് നോക്കുമ്പോൾ തിളങ്ങുന്ന. ലാക്കിൻ ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ അൻതി മുജറദ് ലലാൽ, നീ വെറും വഴികേട് മാത്രമാണ്. തുടർന്ന് കവി പറയാണ്, യാ മൗരിദൻ യസ്ഖിൽ വുറൂദ സറാബഹു വമഅൻ ഇലാ അൻ യഹ്ലികു ബിളമാഇ. ഇവിടെ മൗരിദ് എന്ന് പറഞ്ഞാൽ മൻഹൽ, അത് വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം, വെള്ളമുള്ള സ്ഥലം, വെള്ളക്കെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഉറൂദ്, വരുന്ന ആൾക്ക് ഉറൂദ് എന്ന് പറയാം, വാരിസ് ഉറൂദ്, വരവിന് പറയാം. അതേപോലെ സറാബ് അല്ലാഹിറ തബിഇയ തുറാക്ക മുസ്തതഹാത് മാഇൻ, മരീജക്കാണ് സറാബ് എന്ന് പറയാം. ലമ എന്ന് പറയാം ആറ്റിഷ്, ദാഹം. അപ്പോൾ ഇവിടെ കവി പിന്നെ പറയണ ആരോടാണ്? തൻ്റെ പ്രേയസിയെക്കുറിച്ച് പറഞ്ഞ എങ്ങനെയാണ്? യാ മൗരിദൻ, അതെ, നീ ഒരു മൗരിദ് പോലെയാണ്. നേരത്തെ കൗകബ് എന്ന് പറഞ്ഞു, ഇവിടെ മൗരിദ് പോലെയാണ്. മൗരിദ് പറഞ്ഞാൽ വെള്ളക്കെട്ട് പോലെ, അത് കുളമാകാം, പുഴയാകാം, എന്തു ആവാം. നീ ഒരു വെള്ളക്കെട്ട് പോലെയാണ്. യസ്ഖിൽ വുറൂദ സറാബുഹു, യസ്ഖിൽ വുറൂദ, പനനീർ പൂക്കളെപ്പോലും കുടിപ്പിക്കുന്നു. സറാബുഹു, അതിൻ്റെ മരീചിക മാത്രമാണ് കുടിപ്പിക്കുന്നത്. മരീചിക കുടിപ്പിക്കാറ് എന്താ? അവിടെ പിന്നെ ആ വെള്ളത്തെ വലിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചെടികൾ, അവർക്ക് പോലും ആ വെള്ളം കിട്ടുന്നില്ല. നീ വെറും മരീചികയാണ്. അതേ, നിന്നിലേക്ക് വരുന്നവനെ നീ കുടിപ്പിക്കുന്ന മരീചിക മാത്രമാണ്. വമഅൻ ഇലാ അൻ യഹ്ലികു ബിളമാഇ, ലമഅൻ, അവർ ദാഹിച്ചുകൊണ്ടാണ് വരുന്നത്.
എത്രത്തോളം ദാഹിച്ചിട്ടുണ്ട്. ഇലാ യഹ്ലികു ബിളമായി, അവർ ദാഹം കാരണം നശിക്കാനും മരിക്കാനുമായിട്ടുണ്ട്. അങ്ങനെ അത്രമാത്രം ദാഹിച്ചു വലഞ്ഞവൻ നിന്നിലേക്ക് പ്രതീക്ഷയോടെ വരുമ്പോൾ നീ അവർക്ക് കുടിക്കാൻ കൊടുക്കണം എന്താണ്? വെറും മരീചിക മാത്രം. അഥവാ കാഴ്ചയിൽ നീ വെള്ളമാണ്, പക്ഷെ നീ വെറും കാപ്പറ്റ്യമാണെന്ന് കവി വീണ്ടും പറയുന്നു. അല്ലയോ പ്രേയസി, നീ ഒരു തരം വെള്ളക്കെട്ടുപോലെയാണ്. നിന്നിലേക്ക് ദാഹിച്ചു വരുന്നവന് നീ മരീചിക മാത്രമാണ് നൽകുന്നത്. ദാഹം നിമിത്തം അവൻ നശിച്ചു പോകുന്നു. യാ അയ്യത്തുഹൽ മഹ്ബൂബ അല്ലത്തി തഷ്ബഹു മൗറദൽ മാഇ, നീ വെള്ളത്തിലേക്ക് വരുന്നവനെ പോലെയാണ് നിൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ നീ അതുപോലെയാണ് നീ ഉള്ളത്. വഇന്നമാ തസ്ഖി അൽ വുറൂദ, വരുന്നവർക്ക് നീ കൊടുക്കുന്നു ആ വെള്ളം കൊടുക്കുന്നതിന് പകരം തത്സബ്ബബു ബിമൗതിഹിം മിനൽ അത്ഷ്, അവരാവട്ടെ ദാഹം കാരണം മരണത്തിലേക്ക് കാരണക്കാരായിത്തീരുന്ന രൂപത്തിലാണ് നീ അവരെ കുടിപ്പിക്കുന്നത്. ഫയഖുലു ഷാഇർ, അപ്പോൾ ഷാഇർ പറയാണ്, അൻതി കൽ മൗരിദ്, നീ ഒരു വെള്ളക്കെട്ട് പോലെ. അല്ലദീ യുഖദ്ദിമു സറാബ്, നീ വെറും സറാബ് മാത്രമാണ് കൊടുക്കുന്നു, മരീചിക മാത്രം കൊടുക്കുന്നു. ലിൽ വാരിദീൻ, കുടിക്കാൻ വരുന്നവർക്ക്. ഫയഹ്ലികൂന അത്ഷ, അവരാവട്ടെ ദാഹം കാരണം അവർ മരിച്ചു പോകാൻ നശിച്ചു പോകാർ ആയിട്ടുണ്ട്. പിന്നെ കവി പറയുന്നത്, തൻ്റെ പ്രേയസിയെപ്പറ്റി പറയുന്നത്, യാ സഹ്റതൻ തുഹ്യി റവാഇയ ഹുസ്നിഹ വതുമീതു നാശിഖഹ ബിലാ ഇറാഇ. റവാഇ എന്ന് പറഞ്ഞാൽ അന്നാദിറൂൻ, നോക്കുന്നവർ. ഇറാ എന്ന് പറഞ്ഞാൽ റിആയത്ത്, ശ്രദ്ധിക്കുക, പരിഗണിക്കുക. നഷിഖ എന്ന് പറഞ്ഞാൽ ഷമ്മ, മണത്തു. അപ്പോൾ കവി പറയാണ്, യാ സഹ്റത്തൻ, അല്ലയോ പൂവേ, നീ ഒരു പൂ പോലെയാണ്. എങ്ങനത്തെ പൂവാണ് നീ? തുഹ്യി റവാഇയ ഹുസ്നിഹ, അങ്ങ് ദൂരെ നിന്ന് നിൻ്റെ സൗന്ദര്യത്തിലേക്ക് നോക്കുന്നവന് ജീവൻ നൽകുന്ന, അവരുടെ നാഡികളിലൊക്കെ ജീവൻ വെപ്പിക്കുന്ന രൂപത്തിൽ അത്ര സുന്ദരമായ ഒരു പൂ പോലെയാണ് നീ. നിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി നിന്നിലേക്ക് ഓടി വന്ന് പൂവെന്ന നിന്നെ ഒന്ന് മണത്തു നോക്കിയാലോ. വതുമീതു നാശിഖഹ ബിലാ ഇറാഇ, യാതൊരു ധൈര്യം കൂടാതെ നീ അവരെ മണക്കുന്നവനെ മരിപ്പിച്ചു കളയുന്നു, കൊന്നുകളയുന്നു. അങ്ങനത്തെ ഒരു പൂ പോലെയാണ് നീ. അൻതിക സഹ്റ അല്ലത്തി തുഹ്യി നദറൽ ബഈദ്, ദൂരെ നിന്ന് നോക്കുന്നവർക്ക് ജീവൻ വെപ്പിക്കുന്ന പൂ പോലെ. ലിഹുസ്നിഹ, ആ പൂവിൻ്റെ ഭംഗി കാരണം. വലാകിന്നഹ തുമീതു, പക്ഷെ നീ മരിപ്പിക്കുന്നുണ്ട്. മയഖ്തരിബു മിൻഹ, നിൻ്റെ അടുക്കലേക്ക് വരുന്നവൻ. വയസ്തൻഷിഖുഹ, നിന്നെ ഒന്ന് മണത്തു നോക്കുന്നവർക്ക്. വലാ തബ്ഖ അലൈഹി, അവിടെ പിന്നെ അവശേഷിക്കുന്നില്ല. വയഖൂലു ഷാഇർ യാ അയ്യത്തുഹൽ വറദ, അല്ലയോ പനനീർപ്പൂ, അല്ലത്തി തതസബ്ബബു ബിമൗതി മിൻ മയസ്തഷിഖു ഇത്റഹ, തൻ്റെ സ്മെല്ല് കൊണ്ട്, മണം കൊണ്ട് മരണം കാരണമാക്കി തീർക്കുന്ന അല്ലയോ പനനീർപ്പൂവേ. ഇതൊക്കെ കവി ഇങ്ങനെ അവളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. വ്യത്യസ്ത പേരുകളിലാണ് കവി അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിലെല്ലാം കവി ഓരോ രൂപത്തിൽ വർണ്ണിച്ച ശേഷം, ഹാദാ ഇതാബുക്കി ഗൈറ അന്നി മുഖ്തിഉൻ അയുറാ മുസഇദുൻ ഫീ ഹവാ ഹസ്നാഇ. ഹാദാ ഇതാബുക്കി, അതെ ഇത് നിന്നോടുള്ള ആക്ഷേപം തന്നെ. ഗൈറ അന്നി മുഖ്തിഉൻ, പക്ഷേ എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഈ പറഞ്ഞതൊക്കെ നിന്നെ ആക്ഷേപിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്, പക്ഷെ തെറ്റുപറ്റി എനിക്കാണ്. എന്തുകൊണ്ടാ? അയുറാ മുസഇദുൻ ഫീ ഹവാ ഹസ്നാഇ, അയുറാ മുസഇദുൻ, സന്തോഷം ലഭിക്കുമോ? ഫീ ഹവാ ഹസ്നാഇ, സുന്ദരികളെ പ്രണയിക്കുന്നതിലൂടെ ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് കവി പറയുന്നത്. അതെ, ബഅദ അൻ വസഫ ഹബീബതഹു ബി ഇൻസാന മുഖാദിഅ, ഒരു വഞ്ചകയായ പെണ്ണിനോട് തൻ്റെ പ്രേയസിയെ വർണ്ണിച്ച ശേഷം, ഹൈസു ആയതബഹ മിൻ അലം, ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞു, വേദന, വതജ്രിബ, തനിക്കുണ്ടായ അനുഭവങ്ങൾ, അതൊക്കെ പറഞ്ഞ ശേഷം, വസുർആന മാ തറാജഅ അശ്ശാഇറു, എത്ര പെട്ടെന്നാണ് കവി പിറകോട്ടടിക്കുന്നത്, മിൻ ഫിക്രതിഹി, തൻ്റെ ചിന്തയിൽ നിന്ന്, വയഅ്തരിഫു ബി ഖതഇഹി, തൻ്റെ തെറ്റുകളെ തിരിച്ചറിയുന്നു, ഫിൽ ഇത്തിഹാം, ഇവളെ ആക്ഷേപിച്ചു പറയുന്നതിൽ, ബി ഖതഇഹി ഫിൽ ഇത്തിഹാം, കവി അവളെ കുറ്റം ആരോപിക്കുന്ന തെറ്റുകളെ തിരിച്ചറിയുന്നു. വഹുവ യതസാഅൽ, പിന്നെ സ്വയം പറയാണ്, ഹൽ തഹ്ഖീഖുസ് സആദ യതിമ്മു ഫീ ഹുബ്ബിൻ ലിഅയ്യതി ഹസന, ഏതെങ്കിലും സുന്ദരികളെ പ്രണയിക്കുന്നതിലൂടെ ആർക്കാണ് സന്തോഷം കിട്ടുക? വൽ ജവാബ് ലാ സആദത ഫിൽ ഹുബ്ബ്, യാഥാർത്ഥ്യം ഒരിക്കലും പ്രണയത്തിൽ ഹാപ്പിനെസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്ന് കവി ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരാണ്. ഹശാക്കി ബൽ കുതിബ ശഖാഉ അലൽ വറ വൽ ഹുബ്ബു ലം യബ്റഹ് അഹബ്ബ ശഖാഇ. ഹശാക്കി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പറയാണ്. ബൽ കുതിബ ശഖാഉ അലൽ വറ എന്ന് വേണ്ട, പക്ഷേ ഓരോ സൃഷ്ടികൾക്കും, മനുഷ്യർക്കെല്ലാവർക്കും
ദൗർഭാഗ്യങ്ങൾ വിധിക്കപ്പെട്ട സംഗതിയാണ്. എല്ലാ മനുഷ്യനും വേദനകളും സങ്കടങ്ങളും ജീവിതത്തിൽ പേറാൻ വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം അതും സത്യമാണ്. വൽഹുബ്ബു ലം യബ്റഹ് അഹബ്ബ ഷഖാഇ. എന്നാൽ ഈ പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിൽ, വേദനകളിൽ ഏറ്റവും നല്ല വേദന എന്താണ്? അത് ഹബ്ബ് തന്നെ, പ്രണയം തന്നെ എന്ന് വീണ്ടും പ്രണയത്തിലുണ്ടാകുന്ന വേദനയും അതാണ് ഏറ്റവും നല്ല വേദന മറ്റു വേദനകളിൽ എന്ന് കവി തീരുമാനിക്കുന്നതിൽ വിചാരിക്കുന്നു. വൽ ഹുബ്ബു, പ്രണയം, ലം യബ്റഹ്, അതായിക്കൊണ്ടേയിരിക്കും. അഹബ്ബ ഷഖാഇ, ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും ദൗർഭാഗ്യങ്ങളിലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗതി അതാണ് എന്ന് കവി പറയുന്നു. യഖൂൽ, കവി പറയാണ്, ബിഅന്ന ഷഖാഅ ഖദ് ഫറള അലൽ ബശരിയ്യ. ഷഖാ എന്നുള്ളത് ഖദ് ഫുരിദ അലൽ ബശരിയ്യ, മനുഷ്യർക്കെല്ലാവർക്കും നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ട് എന്ന്. അതാണ് നമ്മുടെ ഈ ഒരു അഹ്മദ് മത്തർ നിലകൊള്ളുന്ന ഒരു ചിന്തയുടെ പശ്ചാത്തലം ഇവിടെ നമ്മൾ വീണ്ടും ഏവറക്കാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച റൊമാൻസിയ എന്ന് പറയുന്ന സംഗതി, അതിലെപ്പോഴും വേദനകളാണ്, പ്രണയമാണ്, വേദനകളാണ്. അപ്പോൾ ആ ഒരു ആശയത്തെ സ്ഥാപിക്കുകയാണ്. ബി അന്ന ഷഖാഅ ഖദ് ഫുരിദ അലൽ ബശരിയ്യ. ഷഖാ എന്നുള്ളത് ദൗർഭാഗ്യം, വേദനകൾ എന്നുള്ളത് മനുഷ്യർക്ക് നിർബന്ധമാക്കപ്പെട്ടതാണ്. വഅഫ്ളലു ഷഖാഇ ഹുവൽ ഹുബ്ബ്. പക്ഷേ ഈ ഷഖാകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രണയമാണ് എന്ന് ആ രൂപത്തിൽ പറയുന്നു. നമ്മൾ ഈ വരികളുടെയൊക്കെ ഒരു അർത്ഥത്തിലും ആശയത്തിലുമാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ ആശയങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കണം. എന്നിട്ട് കവി തുടരുകയാണ്, നിഅമൽ ദലാലതു ഹൈസു തുനിസു മുഖ്ലതി അൻവാറു തിൽക തൽഅതി സഹറാഇ. നിഅമൽ ദലാലതു, ആ വഴികേട് എത്ര നല്ലതാണ് അല്ലേ. അപ്പോൾ നേരത്തെ കുറേ ആക്ഷേപിച്ചു, നീ നക്ഷത്രമാണ്, വഴിപഴപ്പിക്കുന്ന നക്ഷത്രമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ മനസ്സിലാക്കി ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, ഇതെന്തായാലും പ്രണയത്തിൻ്റെ ഭാഗമാണെന്ന് സമ്മതിച്ചു. അങ്ങനെ വരുമ്പോൾ ആ വഴി പിഴപ്പിക്കൽ എത്ര നല്ലതാണ്. നിഅമൽ ദലാലതു ഹൈസു തുനിസു മുഖ്ലതി, അതെൻ്റെ കണ്ണുകൾക്ക് ഇമ്പവും ഇണക്കവും നൽകുന്നതാണ്. തുനിസ്, ഇണക്കം നൽകുന്നു ആ വഴി പിഴപ്പിക്കൽ. അതെ, അത് അൻവാറു ഹൈസു തുനിസു മുഖ്ലതി അൻവാറു തിൽക തൽഅതി സഹറാഇ, ആ പ്രശോഭിതമായി ഉദിച്ചുയർന്ന് നിൽക്കുന്ന ആ നക്ഷത്രമുണ്ടല്ലോ, നക്ഷത്രത്തിൻ്റെ ശോഭകൾ എൻ്റെ കണ്ണിന് എത്രമാത്രം ഇണക്കം നൽകുന്നു. അങ്ങനത്തെ പിഴപ്പിക്കുന്ന നക്ഷത്രമേ നീ എത്ര നല്ലതാണ്. വീണ്ടും അവളെ നല്ല രൂപത്തിലേക്ക് കവി വീണ്ടും ചിന്തിച്ചു തുടങ്ങുകയാണ്. ബഅദ മഅ്റഫ അശ്ശാഇറു, കവി മനസ്സിലാക്കിയ ശേഷം, അനഫ്ളലി ശഖാഇ അന്നഹുൽ ഹുബ്ബ്, പ്രയാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രണയമാണെന്ന് തിരിച്ചറിയുമ്പോൾ, ഇതല്ല യഅദ്ദ അശ്ശാഇറു ല ഔസാഫിഹിൽ ഖാസിയ, അവിടെ വീണ്ടും കവി തനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള പരുഷമായിട്ടുള്ള വിശേഷണങ്ങളെ, ആ സവിശേഷതകളെ വീണ്ടും എണ്ണുകയാണ്. ഫദ്ദലാലു മിനൻ നജും, അതിലൊന്നെന്തായിരുന്നു? നക്ഷത്രങ്ങളിൽ വഴിപഴപ്പിക്കൽ. പക്ഷേ മാ അഹ്സനഹ്, അതെത്രമാത്രം നല്ലതാണ് നക്ഷത്രം. മാദാമത്തുൽ അതുഹൽ മുശ്രിഖ തുനിസു ഉയൂന, കവിയുടെ കണ്ണുകൾക്ക് ഇമ്പം നൽകുന്ന രൂപത്തിൽ അവ ഉദിച്ചു നിൽക്കുമ്പോൾ, ശോഭിച്ചു നിൽക്കുമ്പോൾ എത്രമാത്രം നല്ലതായിത്തീരുന്നു. ഫയഖൂൽ, കവി ഇങ്ങനെ പറയാണ്, അൻതി അഫ്ദലു ദലാലിൻ, വഴികളിൽ ഏറ്റവും നല്ലത് നീയാണ്. ബിന്നിസ്ബത്തി ലി, എന്നെ സംബന്ധിച്ചിടത്തോളം, ഫയക്ഫീനി അൻ അറാ നൂറൈതുൽ ആലതിക്, എനിക്ക് നിൻ്റെ ശോഭിക്കുന്ന ആ ഒരു പ്രകാശത്തെ ദർശിക്കാമല്ലോ. അങ്ങനെ വരുമ്പോൾ പിഴപ്പിക്കുന്നവളാണെങ്കിലും നീ എത്ര നല്ലവളാണ് എന്ന രൂപത്തിൽ കവി വീണ്ടും നന്മയുടെ വശങ്ങളിലേക്ക് തൻ്റെ സംസാരത്തെ കൊണ്ടുപോവുകയാണ്. നേരത്തെ കവി പറഞ്ഞെന്താണ്? നീ ഒരു വഞ്ചകയായ മരീചിക മാത്രം കാണിച്ചു കൊടുത്ത് വരുന്നവരെ കൊന്നുകളയുന്ന വെള്ളക്കെട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കവി പറയാം, നിഅമശ്ശഫാഉ ഇദാ റവീതു, ഞാൻ നിന്നിൽ നിന്ന് കുടിക്കുമ്പോൾ എത്രമാത്രം ഷിഫ എനിക്ക് ലഭിക്കുന്നു. ബിറഷ്ഫത്തിൻ, ആ കുടിക്കലൊരു റഷ്ഫ, ഒറ്റ ഇറുക്കാണെങ്കിലും, ഒറ്റ ഇറക്കലാണെങ്കിലും, ഒരു മുറുക്കാണെങ്കിലും, അതും ബിമക്തൂബത്തിൻ, അത് നേരാവണ്ണമുള്ള സത്യസന്ധമായ രൂപത്തിലുള്ള വെള്ളമല്ലെന്ന് എനിക്കറിയാം. മിൻവഹ്മിൻ, ചില തോന്നലുകളാണ് ദാക്കൽ വെള്ളം. അപ്പോൾ തോന്നലുകളായി നീ കാണിച്ചു കൊടുത്ത വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് ഒരിറക്കെങ്കിലും എനിക്ക് കുടിക്കാൻ കഴിഞ്ഞാൽ തന്നെ എനിക്ക് ലഭിക്കുന്ന ഷിഫ, ആ ഷിഫ എത്ര നല്ല ഷിഫയാണ്. കവി മരീചികയെക്കുറിച്ച് എണ്ണാൻ തുടങ്ങി. മിനൽ മൗരിദ്, അവിടേക്ക് വരുന്നവർക്കുള്ള, അല്ലെങ്കിൽ ആ വെള്ളക്കെട്ടിൻ്റെ മരീചിക. മാഹ്സനഹു, അത് തന്നെ എത്ര നല്ലതാണ്. ഇദർത്തവാ മിൻ റഷ്ഫിഹി മിൻ ഹാദൽ മാഇൽ കദിബ്, ഈ കള്ളമായ വെള്ളത്തിൽ നിന്ന് ഒരിറക്ക് കുടിക്കാൻ കഴിഞ്ഞാൽ. ഫയഖൂലു ഷാഇർ, കവി പറയാൻ, ഇന്നനി അഖ്ബലു ബി അൻ അറവി ളമഇ, അതെ എൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ ഞാൻ അതിനെ സ്വീകരിക്കുന്നു. വലോ ലൗ ബിറഷ്വതി മാഇൻ കാദിബ, ഈ കള്ളമായ വെള്ളത്തിലെ ഒരിറക്കെങ്കിലും. മിനല്ലത്തി തുസ്ഖീനഹാ ലിൽ വുറൂദി ഫതഹ്ലിക്, അതാവട്ടെ ഒരാൾ കുടിച്ചാൽ അവിടെ മരിക്കണം.
അല്ലെങ്കിൽ അങ്ങനെ വരുന്നവർക്ക് നീ കുടിക്കാൻ കൊടുക്കുമ്പോൾ കൊന്നുകളയാണ്. പക്ഷെ വേണ്ട, ഒരു മുറുക്ക് കുടിച്ചിട്ട് മരിച്ചാലും വേണ്ടില്ല. അവിടെ കിട്ടുന്നൊരു സമാധാനം, ആ ഒരു സന്തോഷം എത്രയാണെന്ന് കവി വീണ്ടും അതിൻ്റെ മറ്റൊരു വശത്തേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. എന്നിട്ട് കവി പറയാണ്, നിഅമൽ ഹയാത്തു ഇദാ ഖളൈതു ബിനഷ്ഖത്തിൻ മിൻ തീബി തിൽക റൗദത്തിൽ ഗന്നാഇ. നിഅമൽ ഹയാത്ത്, ആ ജീവിതം എത്ര നല്ല ജീവിതമാണ്. ജീവിതം ഇദാ ഖളൈതു ബിനഷ്ഖത്തിൻ, അത് ഞാൻ കുറച്ച് മാത്രമാണ് കഴിച്ചു കൂട്ടുന്നതെങ്കിലും, ഖളൈതു ഞാൻ കഴിച്ചു കൂട്ടുക, നഷ്ഖാൻ അശ്ശൈഉൽ ഖലീൽ, അത് വളരെ കുറച്ചുള്ളെങ്കിലും ആ ജീവിതം എത്ര നല്ലതായിരിക്കും. എങ്ങനെയാണ് ആ ജീവിതം കിട്ടുന്നത്? മിൻ തീബി തിൽക റൗദത്തിൽ ഗന്നാഇ, പ്രശോഭിതമായ തോട്ടത്തിൻ്റെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട്. നേരത്തെ കവി പറഞ്ഞതാണ്, നീ ഒരു പൂ പോലെയാണ്, നിൻ്റെ സൗന്ദര്യം കണ്ട് നിന്നിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞ് ഒന്ന് മണത്തു കഴിഞ്ഞാൽ അവൻ മരിച്ചു പോകുന്നു എന്ന് പറയല്ലേ, അവൻ മരിക്കാൻ കാരണമാകുന്നു എന്ന് പറഞ്ഞല്ലോ. എങ്കിലും എനിക്ക് ആ കുറച്ച് ഒന്ന് മണത്തിട്ട് അല്പകാലം ജീവിച്ചാലും ആ ജീവിതം എത്ര സുന്ദരമായ ജീവിതമാണ്. നിഅമൽ ഹയാത്തു ഇദാ ഖളൈതു ബിനഷ്ഖത്തിൻ, അത് ഞാൻ കുറച്ചുള്ളൂ കഴിച്ചു കൂട്ടുന്നത് എങ്കിലും, പക്ഷേ ഞാൻ കഴിച്ചു കൂട്ടുന്നത് എങ്ങനെയാണ്? മിൻ തീബി തിൽക റൗദത്തിൽ ഗന്നാഇ, വഞ്ചകയായി ആളുകളെ കൊന്നുകളയുന്ന പൂവാണ് നീ. ആ പൂ, ആ റൗള അൽ ഗന്ന, ആ ശോഭിതമായ പൂന്തോട്ടത്തിൽ നിന്നുള്ള ത്വീബ്, ആ സുഗന്ധം ഞാനും മണത്ത് അല്പകാലം മാത്രം പിന്നീട് ജീവിക്കുന്നു. അങ്ങനെ കഴിച്ചു കൂട്ടാൻ കഴിഞ്ഞാലും ആ ജീവിതം എത്ര നല്ലതാണ്. മൗത്ത്, മരണത്തെക്കുറിച്ചും അദ്ദേഹം പറയാണ്, മിന സഹ്റ, പൂവിൽ നിന്നുള്ള മരണം. ഹുവ, അതാണ് അൽ ഹയാത്തുർ റായിഅ ഇദാ ശമ്മഹ അഹദുൻ, ഒരാൾ അതിനെ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ സുന്ദരമായ ജീവിതം അത് തന്നെയാണ് ജീവിതമെന്ന് കവി ആ രൂപത്തിലേക്ക് പറയുകയാണ്. ഫയഖൂൽ, കവി പറയാണ്, ഫമാ അജ്മൽ അൽ ഹയാത്ത്, എത്ര നല്ല ജീവിതമായി തീരും. ഇദാ മിത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാലും, വഅന അസ്തൻഷിഖു ഇത്രക്, നിൻ്റെ സുഗന്ധം ആസ്വദിച്ചിട്ട് മരിക്കേണ്ടി വന്നാലും എത്ര നല്ല ജീവിതമാണ് ആ കുറഞ്ഞ സമയം ജീവിച്ചത്. ഫന്നതീജ അല്ലത്തി ഖല്ലസലഹ അശ്ശാഇർ, ഇവിടെ കവി പറഞ്ഞതിൻ്റെ ആകത്തുക, അന്ന തഅദീബ മഹ്ബൂബതിഹി ലഹു ഹുവ സഅദ, കവി തന്നെ അനുഭവിപ്പിച്ച എല്ലാ പീഡനങ്ങളും പ്രയാസങ്ങളും അതൊക്കെ ഇന്ന് ഒരുതരം സന്തോഷമാണ്, ഹാപ്പിനെസ്സാണ് എന്നാണ് കവി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൻ്റെ കാമുകിയുടെ അടുക്കൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, വേദനകൾ, ആ വേദനകൾ താണ്ടിയിട്ടാണ്, ആ വേദനകളും വഹിച്ചുകൊണ്ടാണ് കവി ഇപ്പോൾ ആ വൈകുന്നേര സമയത്ത് കടലോരത്തെത്തിയിട്ടുള്ളത്. ഇവിടെ വന്നത് എന്താണ്? ശാരീരിക അസുഖത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടിയാണ്. അപ്പോൾ കവി അടുത്ത വരിയിൽ പറയുന്നതാണ്, ഇന്നി അഖംതു അല തഇല്ലതി ബിൽ മുന ഫി ഗുർബത്തിൻ ഖാലു തകൂനു ദവാഇ. ഇന്നി അഖംതു അല തഇല്ല, തഇല്ല എന്ന് പറഞ്ഞാൽ ഇൻഷിഗാല, തഅല്ലുൽ, ഞാനിതാ ഇവിടെ കഴിച്ചുകൂട്ടിയിരിക്കുന്നു, അല തഇല്ല, വ്യാപൃതനായിക്കൊണ്ട്, ബിൽ മുന, ഒരുപാട് സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും. മുന എന്ന് പറഞ്ഞാൽ അൽ അമാൽ, പ്രതീക്ഷകളും വഹിച്ചുകൊണ്ട്, പ്രതീക്ഷകളോടുകൂടെ വളരെയധികം ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. എവിടെ? ഫി ഗുർബത്തിൻ, ഈ ഒരു വിദേശ രാജ്യത്ത്, എൻ്റെ സ്വദേശത്തിൽ നിന്ന് മാറി ആരാരുമില്ലാത്ത ഈ നാട്ടിൽ ഞാൻ താമസമാക്കിയത്. ഖാലു, അവരൊക്കെ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരും ഡോക്ടർമാരൊക്കെ പറഞ്ഞു, തഖൂലു ദവാഇ, അതാണ് എൻ്റെ മരുന്ന്, എൻ്റെ ചികിത്സ അവിടെയുണ്ട്, എനിക്ക് എൻ്റെ ശാരീരിക അസുഖത്തെ മറികടക്കാൻ ഈ രൂപത്തിലുള്ള താമസമാണ് നല്ലതെന്ന് അവരൊക്കെ നിർദ്ദേശിച്ചു. ഇർതഹൽതു ഫി ബിലാദി അൽ ഗുർബ അഖീമു ബിഹ, എൻ്റെ നാട്ടിൽ നിന്ന് ഞാനിതാ ഒരു വിദേശത്തേക്ക് താമസം മാറിയിരിക്കുന്നു. മുഅല്ലലൻ നഫ്സി ബിൽ അമൽ, പ്രതീക്ഷകളും വഹിച്ചുകൊണ്ടാണത്. ഫഅല്ലനി അജിദു ഫി ഹാദിഹിൽ ഗുർബത്തി ദവാഅൻ ഷാഫിയൻ മിൻ മറദി, ഒരുപക്ഷേ ഈ ഒരു ഏകാന്തതയിൽ, ഈ ഒരു വിദൂരതയിൽ, ഈ ഒരു വൈദേശിക ജീവിതത്തിൽ എനിക്കെൻ്റെ രോഗത്തിൽ നിന്നുള്ള ശമനം, അതൊരു മരുന്നും എനിക്ക് കണ്ടെത്തിയേക്കാം. വദാലിക ബിമാ ഖാലു ഫിൽ ഇബ്തിആദ്, അതാണ് അവർ പറഞ്ഞത്, അൽ ഇബ്തിആദ തഗല്ലബ അലൽ ഇലൽ, അകന്നു കഴിഞ്ഞാൽ, മാറി താമസിച്ചാൽ എൻ്റെ അസുഖങ്ങൾ മാറുമെന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കവിയുടെ ശാരീരിക വേദനകളെക്കാളും ഉള്ളിൽ നീറിപ്പുകയുന്ന ഒരു വേദനയുണ്ട്. അത് മാറാൻ ഈ പ്രദേശം പോരെന്ന് കവി ചിന്തിക്കുകയാണ്. ഇയശ്ഫി ഹാദൽ ജിസ്മ തീബു ഹവാഇഹ അയുലത്വഫു നിറാന തീബു ഹവാഇ. ഇയശ്ഫി ഹാദൽ ജിസ്മ, ഈ ശരീരത്തിന് ശമനം ലഭിച്ചാൽ, തീബു ഹവാഇഹ, ഈ ഒരു ഗരീബിലുള്ള, ഈ ഗുർബത്തിലുള്ള അന്തരീക്ഷത്തിൻ്റെ തീബ്, അതിൻ്റെ നല്ലതായ അവസ്ഥ, കാലാവസ്ഥ, ആ നല്ല കാലാവസ്ഥ ഒരുപക്ഷെ എൻ്റെ ശരീരത്തിന് ശമനം നൽകിയേക്കാം. അങ്ങനെ നൽകിയാലും അയുലത്വഫുന്നിറാന തീബു ഹവാഇ, പ്രണയത്തിൻ്റെ ആ അവസ്ഥ എൻ്റെ നിറാനുകളെ
തീജ്വാലകൾ, ഉള്ളിലെ തീഷ്ണതയെ അതെങ്ങനെ സമാധാനിപ്പിക്കും, അടക്കുന്നതാക്കും? അയുലത്വഫു അയുഹുദ എങ്ങനെ ശാന്തമാക്കും? ഇൻകാന ഹവാ അൽ ഇസ്കന്ദരിയ സയഷ്ഫീനി മിൻ മറദി അൽ ജസദി. ഒരുപക്ഷെ ഈ അലക്സാൻഡ്രിയയിലുള്ള എൻ്റെ ഈ താമസം, ഇവിടുത്തെ കാലാവസ്ഥ എൻ്റെ ശാരീരിക രോഗങ്ങൾക്ക് ശമനമായേക്കാം. ഫലയുഖഫിഫ നീറാനൽ ഹുബ്ബൽ മുഷ്തഅല ഫീ ഖൽബി. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നീറിപ്പുകയുന്ന പ്രണയത്തിൻ്റെ തീജ്വാലകൾ അണക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ലിഅന്നൽ ബുഅദ അൻകി കഅന്നഹു നാറുൻ തുഹർരിഖുനി. കാരണം നിന്നിൽ നിന്നകന്നപ്പോൾ ഇതാ വീണ്ടും ആ അകൽച്ച എന്നുള്ളത് എന്നെ കരിച്ചു കളയുന്ന തീജ്വാലക്ക് സമാനമായിരിക്കുന്നു. കവി തുടരാണ്. കവി പറയാണ്, ഔ യുംസിക്കിൽ ഹൗബാ ഹുസ്നു മുഖാമിഹ ഹൽ മസ്കത്തുൻ ഫിൽ ബുഅദി ലിൽ ഹൗബാഇ. ഹൗബാ നഫ്സ്, മസ്കത്തന റായിഹ ത്വയ്യിബ. കവി ചോദിക്കുകയാണ്, ഔ യുംസിക്കിൽ, അവരൊക്കെ എന്നോട് പറഞ്ഞതാണ് മാറി താമസിച്ച് ഈ രൂപത്തിലായാൽ എൻ്റെ അസുഖം മാറുന്നതാണ്. അപ്പോൾ കവി പറയാണ്, ഔ യുംസിക്കിൽ ഹൗബാ, അല്ല മനസ്സിനെ മരണത്തിൽ നിന്ന് പിടിച്ചു വെക്കാൻ കഴിയുമോ? ഹുസ്നു മുഖാമിഹ, താമസം നല്ല സ്ഥലത്തായി എന്നുള്ളതുകൊണ്ട്, നല്ല കാലാവസ്ഥയായി എന്നുള്ളതുകൊണ്ട് മനസ്സിനെ ആത്മാവിനെ എങ്ങാനും മരണത്തിൽ നിന്ന് പിടിച്ചു വെക്കാൻ സാധിക്കുമോ? ഹൽ മസ്കത്തും ഫിൽ ബുഅദി ലിൽ ഹൗബാഇ. അതേ, ശ്വസിക്കുന്ന അന്തരീക്ഷത്തിലെ സുഗന്ധം, അവിടെ നിന്നാണ് സുഗന്ധത്തെ മാറ്റിയതുകൊണ്ട് ആ മരണത്തിൽ നിന്ന് ആത്മാവിനെയും മനസ്സുകളെയും പിടിച്ചു വെക്കാൻ കഴിയും. മനസ്സോടിക്കൊണ്ടിരിക്കുകയാണ് പ്രണയത്തിൻ്റെ വഴികളിലൂടെ, അങ്ങോട്ട് മനസ്സോടുന്നു. ആത്മാവ് വേദന കൊണ്ട്, ശരീരത്തിൻ്റെ വേദന കൊണ്ട് ആത്മാവും പെടയുന്നുണ്ട്. അതേ, അതിനെ പിടിച്ചു വെക്കാൻ കാലാവസ്ഥ മാറ്റിയതുകൊണ്ട് ആർക്കാണ് സാധിക്കുക? ഹൽ യുംസിക്കുൻ നഫ്സ അനിൽ മൗത്ത് ഇൻ ഗയ്യർതു മഖാമഹ. ഞാൻ എൻ്റെ താമസം മാറ്റി എന്നുള്ളത് കൊണ്ട് മരണത്തിൽ നിന്ന് മനസ്സിനെ പിടിച്ചു വെക്കാൻ സാധിക്കുമോ? ഇൻ ഗയ്യർതു റായിഹതഹ, അവിടുത്തെ ആ വായുവിനെ, അവിടുത്തെ റായിഹത്ത്, അവിടുത്തെ സുഗന്ധത്തെ മാറ്റിയതുകൊണ്ട്. ഹഖൻ, സത്യമാണ്. ഇൻകാന ഹവാ ഉൽ ഗുർബത്തി സയഷ്ഫി ജിസ്മി. ഒരുപക്ഷേ ഈ ഒരു വിദേശത്തുള്ള, ഈ ദേശം മാറിയിട്ടുള്ള ഈ പ്രദേശത്തെ കാലാവസ്ഥ എൻ്റെ ശരീരത്തിന് ശമനമേകാം. ഫലയഷ്ഫി യദാലിക്കൽ ഹവാ ഉന്നാർ അല്ലത്തി ഫി ഖൽബി. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള തീജ്വാലക്ക് അതൊരിക്കലും ശമനം നൽകുന്നില്ല. കവി തുടരുകയാണ്, അബസുൻ തവാഫി ഫിൽ ബിലാദി വഇല്ലതുൻ ഫി ഇല്ലതിൻ മൻഫായ ലിസ്തിഷ്ഫാഇ. അബസുൻ, അബസന വെറുതെയാണ്, ലാ ഫായിദ മിൻഹു. തവാഫി തനഖുലി. അപ്പോൾ അബസുൻ തവാഫി, എൻ്റെ ഈ താമസം മാറ്റം അത് വെറുതെയായിട്ടുണ്ട്. ഫിൽ ബിലാദി, നാടുകളിലേക്കുള്ള ഈ മാറി താമസിക്കൽ ഒരു ഫലവുമില്ല. ലാ ഫായിദ മിൻഹു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? വഇല്ലതുൻ ഫി ഇല്ലത്തിൻ, രോഗത്തിൻ്റെ മേൽ രോഗം. മൻഫായ, എൻ്റെ ഈ ഓർബത്തിൽ, ഈ നാട് വിട്ടുവന്ന ഈ അവസ്ഥയിൽ രോഗത്തിൻ്റെ മേൽ രോഗമായിരിക്കുന്നു. അല്ലേ? ഈ മൻഫായ എന്തിനുള്ള? ലിസ്തിഷ്ഫാ, എൻ്റെ മുആലജയ്ക്ക് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഈ ദേശം വിട്ടു പോന്ന പോരൽ, ആ ഒരു കാരണം പോലും അത് ഇല്ലത്തിൻ്റെ മുകളിൽ ഇല്ലത്താകുന്ന രൂപത്തിലാണ് ആയിട്ടുള്ളത്. ഒരു രോഗത്തിനപ്പുറം വേറെ രോഗം. അതെ, കൂടുതൽ അകന്നപ്പോൾ, നാട്ടിൽ നിന്ന് അകന്നപ്പോൾ വീണ്ടും രോഗത്തിൻ്റെ ശക്തി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. യുഖാതിബു ഷാഇർ നഫ്സഹു, കവി തൻ്റെ മനസ്സിനോട് അങ്ങനെ അഭിസംബോധന ചെയ്ത് പറയാണ്. ഫയഖൂലു, കവി പറയുന്നു, ഇന്നഹു മിനൽ അബസ് സഫരി ലിശ്ശഫാ, ഈ ഷിഫക്ക് വേണ്ടിയുള്ള യാത്ര വെറുതെയായിരിക്കുന്നു. വഹാദൽ മൻഫല്ലദി അസ്ആ ഫീഹി, ഈ നാട് വിട്ടു വന്ന ഈ പ്രദേശം, ഞാൻ വേഗത്തിൽ വന്നല്ലോ, അത് വെറും മുജറദ് അംറാദ് വഇലൽ, വെറും രോഗങ്ങൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ലാ ഫായിദ ലിൽ ബഖാഇ ഫിൽ ഗുർബ ലിൽ ഇസ്തിഷ്ഫാ, ചികിത്സയ്ക്ക് വേണ്ടി ഈ ഒരു ഗുർബത്തിലുള്ള താമസം എന്നുള്ളത് അതിലൊരു ഫായിദയുമില്ല. കാരണം ഫൽ ഗുർബത്തു അലാഫത്ത് മർദൽ ജിസ്മി ഇലാ മർദി ഷൗഖി, ഈ ഒരു നാട് വിട്ടു വന്ന് ഈ താമസമാക്കിയത് അതെൻ്റെ ശാരീരിക രോഗത്തെ കൂടുതലായിട്ട് എൻ്റെ മാനസിക താല്പര്യങ്ങളുടെ, ഹൃദയങ്ങളുടെ, വേദനകളുടെ രോഗത്തിലേക്ക് വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് കവി പറയുകയാണ്. ഇവിടെ നമ്മുടെ പുസ്തകത്തിലെ ഈ സെക്കൻഡ് പാർട്ടോട് അവസാനിക്കുകയാണ്. അവിടെ 2.2.2.2 അഥവാ ഷറഹുൽ അബിയാത്ത് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, അത് വായിച്ചു നോക്കാം. യുആതിബു ഷാഇറു ഹബീബത്തുഹു ഫി ഹാദിഹിൽ അബിയാത്ത്, ഈ വരികളിലൂടെ കവി തൻ്റെ പ്രേയസിയെ ആക്ഷേപിക്കുകയാണ്. അൻ ത്വരീഖി ഉസ്ലൂബിഹി റാഇ, തൻ്റെ അത്യാകർഷണീയമായ ശൈലിയിലൂടെ. ഫയഖൂൽ, കവി പറയുന്നു, ലഹ, അവളോട്, അന്നഹൽ കൗക്കബ് അൽ മുനീറു, അവൾ ശോഭയുള്ള ഒരു കൗക്കബാണ്, നക്ഷത്രമാണ്. അല്ലദീ യുദില്ലു ത്വരീഖൻ നാസ്, പക്ഷേ ജനങ്ങൾ വഴിവഴപ്പിക്കുന്ന. വഅന്നഹൽ മാ അല്ലദീ യസ്ഖിൽ മുറൂദ ഹത്താ തമൂത, അവൾ വെള്ളമാണ്, വെള്ളം കുടിക്കാൻ വരുന്നവർക്ക് മരണം സമ്മാനിക്കുന്ന. വഅന്നഹൽ സഹറത്തൽ ജമീൽ അൽ മുദ്ഹിറ, ശോഭയുള്ള ഭംഗിയുള്ള പൂവാണ്. ഫി ഹുസ്നിഹ, ഭംഗിയിൽ. അല്ലതീ തഖ്തുലു മയസ്തൻഷിഖു ഇത്രഹ, പക്ഷേ അതിൻ്റെ മണം ആസ്വദിക്കുന്നവനെ കൊന്നുകളയുന്നു.
വാക്കുല്ലി ഹാദൽ ഇതാബ്, ഈ ആക്ഷേപങ്ങളോടൊപ്പം തന്നെ ലയസാലു ഷാഇർ മൂഖിനൻ, കവി വ്യക്തമായി മനസ്സിലാക്കുന്നു, അന്ന ഷഖാ കുതിബ അലൽ ബഷർ, മനുഷ്യർക്കെല്ലാവർക്കും പ്രയാസങ്ങളും വേദനകളും അത് നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അന്ന ഹുബ്ബ ഹബീബത്തിഹി ഹുവ അജ്മൽ ഷഖാഇ യൽഖാഹു, കവി കാണുന്നതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും സുന്ദരമായ വേദന എന്ന് പറയുന്നത് അത് തൻ്റെ പ്രേയസിയെ പ്രണയിക്കുന്നതിലൂടെ ലഭിക്കുന്ന വേദനയാണ്. യുവദ്ദിഹു ഷാഇറു ഫി ഹാദിഹിൽ അബിയാത്ത്, ഈ വരികളിലൂടെ കവി വ്യക്തമാക്കുന്ന അന്നഹു അഖദ ബിനസീഹത്തി അസ്തിഖാഇഹി, കവി സ്വീകരിച്ചിട്ടുള്ളത് തൻ്റെ കൂട്ടുകാരുടെ നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. ഹൈനമാന സഹൂഹു ബിദ്ദഹാബ്, അവരെല്ലാവരും ഉപദേശിച്ചു അവൻ നാട് വിട്ടു പോകണമെന്ന്, ഇലൽ ഇസ്കന്ദരിയ, അലക്സാണ്ട്രിയയിലേക്ക്, ഹത്താ യനാല റാഹത ഹുനാക്, അവിടെ ചെന്നാൽ സമാധാനം കണ്ടെത്താമെന്ന്. ഫതഖ്സുൽ ഇസ്കന്ദരിയ ഖാദിറുൻ അലാ യൻസിഹി മർദ ഖൽബിഹി, അലക്സാണ്ട്രിയയിലേക്ക് വന്നാൽ അവിടുത്തെ കാലാവസ്ഥ തൻ്റെ മനസ്സിൻ്റെ വേദനകളെല്ലാം മറന്നുകളയാൻ അത് പര്യാപ്തമാണ് എന്നും യഖൂൽ, എന്നാൽ കവി പറയുന്നു, ഇന്ന ഹവ അൽ ഇസ്കന്ദരി യഷ്ഫിഹി മിൻ മറദി ജസദിഹി, ഈ അലക്സാണ്ട്രിയയിലെ കാലാവസ്ഥ അന്തരീക്ഷം എന്നുള്ളത് ശരീരത്തിൻ്റെ വേദനകളെ, രോഗങ്ങൾക്ക് ശമനമാണ്. വയതസാഅൽ, അതോടൊപ്പം കവി ചോദിക്കുന്നു, ഹൽ യസ്തതിഉ യഷ്ഫിയഹു മിൻ മറദി ഖൽബിഹി, തൻ്റെ ഹൃദയത്തിൻ്റെ വേദന മാറ്റാൻ, അത് ശമിപ്പിക്കാൻ അതിനെങ്ങനെ സാധിക്കും. യറഷാഇറു, കവി മനസ്സിലാക്കുന്നു, അന്ന സഫറഹു ഇലൽ ബിലാദ്, ഈ നാട്ടിലേക്കുള്ള തൻ്റെ യാത്ര, ലിയബ്ഹസനി ഷിഫ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര, അത് അദീമുൽ ജദുവ, അത് വെറുതെയായിട്ടുണ്ട്. ലിഅന്നഹു കുല്ലമ ഇബ്തഅദ അൻ ഹബീബത്തിഹി, കാരണം കവി തൻ്റെ ഹബീബയിൽ നിന്ന് അകലുമ്പോഴെല്ലാം കുല്ലമാ ഷഅറ, അപ്പോഴൊക്കെ അദ്ദേഹം അനുഭവപ്പെടുന്നു ബി അലമി ഖൽബിഹി, തൻ്റെ ഹൃദയത്തിൻ്റെ വേദന കവി അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിന്നിവിടെ ഈ ചർച്ചയോട് അവസാനിപ്പിക്കാം. അടുത്ത ഒരു അൽ ഫിഖ്റ അസ്സാലിസ അടുത്തൊരു സന്ദർഭത്തിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.